ആരോഗ്യമേഖലയ്ക്കെതിരെ കോൺഗ്രസും ബി.ജെ.പിയും വ്യാജ പ്രചാരണം നടത്തുന്നുവെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ്. കെട്ടിടം തകർന്നു വീണ അപകടത്തെപ്പോലും ഇന്നത്തെ കോൺഗ്രസ് രാഷ്ട്രീയ മുതലെടുപ്പിനായി എടുക്കുന്നു. എന്നാൽ ആരോഗ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാമെന്ന് കരുതേണ്ടെന്നും ജനങ്ങളെ അണിനിരത്തി ഡിവൈഎഫ്ഐ പ്രതിരോധിക്കുമെന്നും വി.കെ. സനോജ് പറഞ്ഞു. പൊതുവിൽ കേരളം കൈവരിച്ച എല്ലാ നേട്ടങ്ങളെയും തകർക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢ നീക്കത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സംവിധാനമാണ് എന്ന് കേന്ദ്ര ഗവൺമെൻറ് തന്നെ അധീനതയിലുള്ള നീതി ആയോഗിന് തന്നെ നിരവധി പഠനങ്ങളും അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള റാങ്കിങ്ങും നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ വ്യാജ പ്രചരണം നടത്തി കേരളത്തിൻ്റെ ആരോഗ്യ മേഖല അങ്ങേയറ്റം മോശമാണ് എന്ന് വരുത്തിത്തീർക്കാനുള്ള നീക്കത്തെ ശക്തമായി കേരളീയ സമൂഹം പ്രതിരോധിക്കേണ്ടതുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് മാർച്ച് നടത്തി എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. വീണ ജോർജിന് മാത്രമല്ല സ്വകാര്യമായ വീടുകളുള്ളത്. കേരളത്തിലെ പ്രതിപക്ഷ MLA-മാർക്ക് വീടുണ്ട്, കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാർക്കും വീടുണ്ട് എന്ന് മറന്നുപോകണ്ട. അതുകൊണ്ട് ഇങ്ങനെ തെരുവിലിറങ്ങി ഞങ്ങളുടെ മന്ത്രിമാരെയും ഈ ഗവൺമെൻറ് ഭാഗമായി നിൽക്കുന്ന ആളുകളെയെല്ലാം ആക്രമിക്കാനാണ് പുറപ്പെടുന്നതെങ്കിൽ ശക്തമായ നിലയിൽ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കാൻ DYFI തയ്യാറാവും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.